നമസ്കാരം. ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഓസ്ട്രേലിയൻ പരമ്പരയുടെ അടുത്തൊരു വീഡിയോയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. വിസ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ഫോം നമ്പർ 1229 എന്നുള്ളൊരു ഫോമിനെയാണ് ഇന്ന് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം 80 എന്ന ഫോം 80 ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായെന്ന് കേൾക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല എങ്കിലും ഉപകാരപ്രദമാകുന്നവർക്ക് ഇതും കൂടെ ചേർക്കാം. തീർച്ചയായും കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഫോം ഉള്ളത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഓരോ കുട്ടികൾക്കും നമുക്ക് ഇതിനകത്ത് എഴുതാനായിട്ട് കഴിയുന്നു. അവരുടെ പാരന്റൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണോ അവരതിനകത്ത് സൈൻ ചെയ്യാനുമുണ്ട്. അതാണ് ഈ ഫോം. വിശദമായി നമുക്ക് ഫോമിലേക്ക് കിടക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഫോം. റൈറ്റ് സൈഡിൽ അതിൻ്റെ പ്രത്യേകതകൾ എഴുതിയിരിക്കുന്നു. അപ്പം ഇത് ശ്രദ്ധാപൂർവ്വം വായിച്ച് നോക്കിയിട്ട് അവസാനം ഇതിൻ്റെ ഒരു സേവ്ഡ് കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്ന് പറയുന്നു. ഇത് ബ്ലോക്ക് ലെറ്റേഴ്സിലാണ് ഫില്ല് ചെയ്യേണ്ടത്, ഇംഗ്ലീഷിൽ. അതുപോലെ തന്നെ അക്രോബാറ്റ് റീഡറിൽ നമുക്ക് ഓൺലൈനായി ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിന്റ് ചെയ്തിട്ട് അതിനകത്ത് എഴുതാനായിട്ട് പിന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു ബേസിക്കലി ഒരു കൺസെന്റ് ഫോം ആണിത്. ആർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ഓസ്ട്രേലിയക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാരൻസിന്റെ റെസ്പോൺസിബിലിറ്റി അതിനകത്ത് കാണിക്കുകയാണ്. അതായത് അച്ഛനമ്മ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ഗാർഡിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള പാരൻസ് ആയിരിക്കാം. ആരായാലും ഇതിനകത്ത് കൺസെന്റ് സൈൻ ഇടണം. ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛനമ്മ ഉണ്ടായിരിക്കത്തില്ല, ഒരാളുണ്ടാവുള്ളൂ. അപ്പോൾ ഒരാളാണെങ്കിൽ ഉത്തരവാദിത്തമുള്ള ആൾ സൈൻ ചെയ്യണം, അല്ലെങ്കിൽ രണ്ടുപേരാണെങ്കിൽ രണ്ടുപേരും സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഓസ്ട്രേലിയയിലേക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ, അവിടെ താമസിക്കാൻ അവർ വില്ലിംഗ് ആണ് എന്നുള്ളതാണ് രണ്ട് പാരൻസിന്റെ ഭാഗത്തു നിന്നുള്ള പെർമിഷൻ ആവശ്യമായുള്ളത്. അപ്പോൾ ഈ ഫോം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ നമ്മൾ ഇതിന് പാർട്ട് എ, ബി ഉണ്ട്, രണ്ടും ഫില്ല് ചെയ്യണം. പിന്നെ പറഞ്ഞിരിക്കുന്നു ഇതിന്റെ കൂടെ തന്നെ നമ്മൾ സർട്ടിഫൈഡ് കോപ്പീസ് നമ്മൾ അറ്റാച്ച് ചെയ്യാനുണ്ട്. അത് കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കാം. അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് പേജിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, അതായത് ചിലപ്പോൾ ഒരു പക്ഷേ നോൺ അക്കമ്പനിങ് പാരന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഉള്ള പാരന്റ്സ് ആയിരിക്കാം. അവരുടെ നാഷണൽ ഐഡന്റിറ്റി കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ഇത്യാദി കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. സർട്ടിഫൈഡ് കോപ്പി ഓഫ് റെലവന്റ് എവിഡൻസ് മേക്കിംഗ് യു സോളിയലി റെസ്പോൺസിബിൾ, അതായത് ഒരാൾക്ക് മാത്രമാണ് കുട്ടിയുടെ മേലെ അവകാശമുള്ളൂ എന്ന് തെളിയിക്കുന്ന രേഖകളായിരിക്കാം. അപ്പോൾ ഇതെല്ലാം ഇലക്ട്രോണിക്കലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ വിസ മുമ്പ് നമ്മൾ തുടങ്ങിയിട്ടുള്ളതിലേക്ക്. അപ്പോൾ അതിന് ട്രാൻസ് നമ്പർ, TRN, ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ, അത് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനകത്തേക്ക് പോകാം. അത് അവർ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് വെച്ച് നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഏത് homeoffice.gov.in. അതിനുശേഷം അതിനകത്തേക്കാണ് നമ്മളിത് നമ്മുടെ ഈ വിസയിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഈ ഫോമും അനുബന്ധ ഡോക്യുമെന്റുകളും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ പ്രൈവസി ലോ നിയമങ്ങളൊക്കെ അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ TRN നമ്പർ എഴുതാനുള്ള ഒരു ഏരിയ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ കൺസെന്റ് പാർട്ട് എ നോക്കാം. ചൈൽഡ് അല്ലെങ്കിൽ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഏത് പർപ്പസിനാണ് ഓസ്ട്രേലിയ പോകുന്നത്? ടെമ്പററി വിസ, പെർമനന്റ് റെസിഡന്റ് ഓർ ബോത്ത്. അത് കഴിഞ്ഞ ട്രാൻസാക്ഷൻ നമ്മുടെ നമ്പർ എഴുതാനുള്ള ഒരു ഏരിയ ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടീനും ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവർ 4 കുട്ടികളുടെ അവർ അവിടെ കോളം കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ഉണ്ടെങ്കിൽ അതിനകത്ത് അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ചേർക്കാൻ കഴിയും. അപ്പം ആദ്യത്തെ കുട്ടിയുടെ നമുക്ക് കൊടുക്കേണ്ട ഫാമിലി നെയിം, ഗിവൺ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കൺട്രി ഓഫ് പാസ്പോർട്ട്, പാസ്പോർട്ട് നമ്പർ, ഇത്ര ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് പാസ്പോർട്ട് പ്രകാരം തന്നെ എഴുതാം. അതുപോലെ തന്നെ നമുക്ക് എത്ര കുട്ടികളുണ്ടോ അത്ര കുട്ടികളുടെ ഡീറ്റെയിൽസും നമ്മൾ ഇതുപോലെ തന്നെ എഴുതേണ്ടതാണ്. പാർട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് പാരന്റ് ആണ്. പേഴ്സൺ വിത്ത് പാരന്റൽ റെസ്പോൺസിബിലിറ്റി, അത് 3ഉം 4ഉം ചോദ്യം റെസ്പോൺസിബിലിറ്റി 1, റെസ്പോൺസിബിലിറ്റി 2 രണ്ടുപേരുടെയാണ്. അവിടെ ഫാമിലി നെയിം, ഗിവൺ നെയിം, അഡ്രസ്സ്, ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ റിലേഷൻ ടു ചൈൽഡ്, ഫാദർ ആണോ മദർ ആണോ അല്ലെങ്കിൽ അതർ റിലേഷൻ ആണോ, പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ID നമ്പർ, അത്രയാണ് അതിനകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി ആരാണോ ആളുടെയും നമ്മൾ അറ്റാച്ച് ചെയ്യണം. അപ്പം ഒരു പേരന്റിന് ഉത്തരവാദിത്തം ഉള്ളെങ്കിൽ ഒരെണ്ണം ഫില്ല് ചെയ്താൽ മതി. അതിന്റെ തൊട്ടടിയിൽ അതിന്റെ കൺസെന്റ് സൈൻ ചെയ്യാനായിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്, അപ് ടു ഡേറ്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ എവിഡൻസ് വേണമെങ്കിൽ അത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ഇൻഫർമേഷൻസ്, പ്രൈവസി നോട്ടീസ്, ഇതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് അതിനകത്ത് സൈൻ ഇടുക. നിങ്ങൾക്ക് ഈ സൈനായിട്ട് ചെയ്യാനായിട്ട് പറ്റും PDF-ൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തിട്ട് സൈൻ ചെയ്തിട്ട് സ്കാൻ ചെയ്യാം, ഡേറ്റ് എടുക്കുക. അല്ല രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരും അതിൻ്റെ അടിയിലായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം ഈ ഒരു ഫോമിനോട് വിരാമം കുറിക്കുകയാണ്. അടുത്ത ഫോമുകളുമായി അടുത്ത ദിവസങ്ങൾ നമുക്ക് കാണാം. തീർച്ചയായും ഈ ഓസ്ട്രേലിയൻ പരമ്പരകൾ അത് ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായെന്ന് കേൾക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഈ വീഡിയോകളെല്ലാം കണ്ട് ഓസ്ട്രേലിയൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഓസ്ട്രേലിയ എത്തിക്കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ച 1-2 പേരുണ്ടായിരുന്നു. അതൊത്തിരി എനിക്ക് പ്രചോദനമായി തീർന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോകളെല്ലാം അനുഗ്രഹമായി തീരട്ടെ, ഉപകാരപ്രദമായി തീരട്ടെ. മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ട്, കൂടുതൽ ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ കൂടെ അതിനകത്ത് എഴുതുക. മറ്റുള്ളവർക്കും ഒരു ഉപകാരപ്രദമായി തീരട്ടെ. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ
സബ്സ്ക്രൈബ് ചെയ്യുന്നതെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണും വരെ വണക്കം.